എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ഇയാൾ നായയേക്കാൾ മോശമാണ് എന്നാണ്. ഇമാം റാസി തങ്ങളുടെ തഫ്സീറാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. മിസ്റ്റർ ഖാസിമി, പണ്ഡിതമാംസം വിഷമയമാണെന്നോ താങ്കൾക്കറിയില്ലേ? കാന്തപുരത്തിനെ നായയോടുപമിച്ചുകൊണ്ട് പറയാനും പറയിപ്പിക്കാനും താങ്കൾക്ക് എന്ത് ആവേശമായിരുന്നു? ഖാസിമി ഇസ്ലാമിന് ഉസ്താദ് ഖാസിമി മിസ്റ്റർ കാന്തപുരത്തെ നായയോട് ഉപമിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ കാരന്തൂരികൾ നടത്തിയ തട്ടിപ്പ് ഇനി യഥാർത്ഥത്തിൽ മേൽശകലം എവിടെ, എന്തിന് ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ലക്ഷ്യം തെറ്റിയ ഇൽമിലൂടെ അധപതിച്ച ഇസ്രായേലി പണ്ഡിതനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖാസിമി ഉസ്താദ് ഉദ്ധരിച്ചു. ഇവരത് ദുർവ്യാഖ്യാനം ചെയ്ത് കാന്തപുരത്തെ പറ്റി പറഞ്ഞതാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതോ നിങ്ങൾക്കങ്ങനെ തോന്നിയോ കാരന്തൂരികളെ? അതിന് ആരും ഉത്തരവാദികളല്ലല്ലോ അസൂയമൂത്തവരെ. നിങ്ങളുടെ സീഡിയിൽ തന്നെ ആ കാര്യം വ്യക്തമായി ബുദ്ധിയുള്ളവർ കണ്ടിട്ടുണ്ട്. ഇതാ കണ്ണും കാതും തുറന്ന് ശ്രദ്ധിക്കൂ. അത്ര വലിയ സംഗതിയല്ല. ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല സംഗതിയാണ്. ഇൽമുള്ള ഏറ്റവും വലിയ ആലിമല്ലേ? ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ആലിമനെയാണ് ഖുർആൻ. ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ആലിമനെയാണ് ഖുർആൻ. ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ആലിമനെയാണ് ഖുർആൻ. ഫമസലുഹു കമസലിൽ നിങ്ങൾ പറഞ്ഞത് കേൽബ് എന്ന് പറഞ്ഞു. കമസലിൽ കേൽബ് എന്ന് പറഞ്ഞു. മസലുൽ കേൽബ് എന്ന് പറഞ്ഞാൽ കേൽബിന്റെ താഴെ കാരണം കേൽബ് മുഹ്തറമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മസലുൽ കേൽബ് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്നാണ്. മസലുൽ കേൽക്ക മസലിൽ കേൽബ്, കേൽബിന്റെ താഴെ എപ്പോഴും മുശബ്ബഹ് ബിഹി ആലയായിരിക്കും. മുശബ്ബഹിനേക്കാൾ ആലയാണ് മുശബ്ബഹ് ബിഹി. ഈ പോത്ത് ആനയെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നാളും മേലെ ആനയാണ് എന്നാണ് ഇത് മേന. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും നാട്ടിൽ പോത്ത് വലിയതാവുകയും ആന ചെറിയതാവുകയും ചെയ്യുകയാണെങ്കിൽ പറയുക ഈ ആന പോത്തിനെ പോലെ ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ഇയാൾ നായയേക്കാൾ മോശമാണ് എന്നാണ്. ഇമാം റാസി തങ്ങളുടെ തഫ്സീറാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. മിസ്റ്റർ കാന്തപുരം, ഇനിയും നിങ്ങൾ കൃത്രിമം കാണിക്കാൻ ആഹ്വാനം നൽകും മുമ്പ് അല്പം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മേൽ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് നിറയെ ഉണ്ടെന്നത് നിങ്ങൾക്കറിയാമല്ലോ. അനുയായികൾക്ക് അതറിയില്ലെങ്കിലും ദീനിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിങ്ങൾക്കറിയുമോ? സ്റ്റേജിൽ നിന്ന് ഇവരെന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കാൻ ഇവർ ഒരുക്കി നിർത്തിയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. എന്തു കേട്ടാലും ഇവർ തക്ബീർ മുഴക്കും. ഇവർ പറയുന്നത് ശ്രദ്ധിക്കൂ. ഒരു ഉദാഹരണം. നിന്റെ മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള് മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ അവർ ഇന്നലെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആര് പോകോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആര് പോകോ? എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. മഹാനായ ഖാസിമി ഉസ്താദിനെ മെന്റലാണെന്ന് വിളിച്ചു പോകുന്ന ഇയാളുടെ ആഖിറം എന്തായിരിക്കും? തക്ബീർ മുഴക്കുന്ന അനുയായികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരെ രക്ഷിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൂടെ രക്ഷപ്പെടുമോ? തെറി പ്രഭാഷണങ്ങളും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടും കാരന്തൂരികളുടെ തനി സംസ്കാരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വ്യക്തികളെ തേജോവധം ചെയ്യലോ ഇടിച്ചു താഴ്ത്തലോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ ക്ഷമാശീലരാണ്. പക്ഷേ ഇക്കൂട്ടർ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും തകർത്തിരിക്കുന്നു. സുന്നി കേരളത്തിന്റെ മഹാന്മാരായ ഉലമാക്കളെയും ഉമറാക്കളെയും സുന്നിയെന്ന് സ്വയം അവകാശപ്പെടുന്ന, എന്നാൽ ആ സ്വഭാവം തൊട്ടു തീണ്ടാത്ത ഇവർ മുമ്പും തെറിയഭിഷേകം നടത്തിയിട്ടുണ്ട്. പണ്ഡിത വേഷം കെട്ടി മനസ്സിൽ അസൂയയും നാവിൽ വിഷവും വെച്ച് ജനങ്ങളെ പിഴച്ച മാർഗത്തിലേക്ക് നയിക്കുന്ന മിസ്റ്റർ കാന്തപുരത്തിന്റെയും അനുയായികളുടെയും കപടമുഖം വലിച്ചു കീറേണ്ട സമയമായി എന്ന തിരിച്ചറിവാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. ആഭാസങ്ങൾ പറയാനും ഫിത്തിന പ്രചരിപ്പിക്കാനും ഒരു ഉളുപ്പുമില്ലാത്ത ഈ വിഭാഗം ഇതിനു മുമ്പും ഉറഞ്ഞു തുള്ളിയപ്പോഴൊക്കെ ഞങ്ങൾ ക്ഷമിച്ചത് ക്ഷമാശീലർക്ക് ക്ഷമയാണ് ഉത്തമം എന്ന ഖുർആനിക അധ്യാപനം അനുസരിച്ചായിരുന്നു. സമസ്ത ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചതും ആ ഒരു രൂപത്തിലായിരുന്നു.
ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. യുക്തിദീക്ഷയോടെയും സതുപദേശം മുഖേനയും താങ്കളുടെ നാഥന്റെ മാർഗത്തിലേക്ക് താങ്കൾ ആളുകളെ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവരുമായി സംവദിക്കുകയും ചെയ്യുക. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നിശ്ചയം തന്റെ മാർഗം വിട്ടു പിഴച്ചു പോയവരെ പറ്റി നന്നായി അറിയുന്നവനത്രേ താങ്കളുടെ നാഥൻ. സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين. നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ